ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി മധുരക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും നമ്മൾക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 2 മധുരക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 500 ഗ്രാമിൻ്റെ അടുത്ത് വരും. ഇനി അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളും കൂടിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ. ഇപ്പം ഞാനിതിവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് സ്ലൈസ് ആക്കി എടുക്കണം. അതിനുശേഷം ഇതൊരു പാത്രത്തിനകത്താക്കിയിട്ട് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിപ്പം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം സ്ലൈസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിക്കണം. ആവി വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പാത്രം വെക്കുന്നത്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിത് അരിഞ്ഞു വെച്ചതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ സ്വീറ്റ് പൊട്ടാറ്റോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചൂടായിരിക്കും ഇപ്പം. അതുകൊണ്ട് കൈവച്ചൊന്നും ഉടയ്ക്കാൻ പറ്റത്തില്ല. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകളും കൂടെ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോന് ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പം ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് മുട്ടയാണ്. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മിക്സിക്കകത്തൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. ഇപ്പം എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 250 ml ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം ഈസ്റ്റ് എല്ലാം ശരിക്കും വീർത്ത് വരത്തില്ല. എല്ലാം നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 400 ഗ്രാമിൻ്റെ അടുത്ത് വരും. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇത് കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടുക. നമ്മളെടുക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പം പൊടിയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് മാവ് കിട്ടേണ്ടത്. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്രാൻബെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഇളക്കി കൊടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇനി ഇത് ക്രാൻബെറി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രവും എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കുക. ഇനി ഇത് പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഇത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്രാൻബെറി വെച്ച് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റീമറിനകത്ത് വെള്ളം വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമ്മൾക്കിത് ഓരോന്നായിട്ട് അതിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഇത് 25 മിനിറ്റാണ് സ്റ്റീം ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷമാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊന്നും തുറന്ന് നോക്കാം. നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഷേപ്പിലുള്ള 2 പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലിത്തട്ടിനകത്ത് കോരി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് മാത്രം കോരി ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഇനി ഒരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ വേവിച്ച അതേ മെത്തേഡിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പം നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഞാനിത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രമായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് തിരിച്ചിടുമ്പം ബട്ടർ പേപ്പർ ആദ്യം റിമൂവ് ആക്കുക. അതിനുശേഷം നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.